വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ ബോധവൽക്കരണവുമായി PVS സൺറൈസ് ഹോസ്പിറ്റൽ വാക്കത്തൺ സംഘടിപ്പിച്ചു. ബീച്ചിൽ നടന്ന പരിപാടി നാർക്കോട്ടിക്സ് അസിസ്റ്റന്റ് കമ്മീഷണർ KA ബോസ് ഉദ്ഘാടനം ചെയ്തു. ലഹരി വ്യാപനം വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ അതിനെതിരെ പൊതുമനസാക്ഷി ഉണർത്താനാണ് PVS സൺറൈസ് ആശുപത്രിയുടെ ആഭിമുഖ്യത്തിൽ വാക്കത്തൺ സംഘടിപ്പിച്ചത്. വിദ്യാർത്ഥികളുടെ ഫ്ലാഷ് മോബും ഇതോടനുബന്ധിച്ച് സംഘടിപ്പിച്ചിരുന്നു. നാർക്കോട്ടിക്സ് അസിസ്റ്റന്റ് കമ്മീഷണർ KA ബോസ് ഉദ്ഘാടനം നിർവഹിച്ചു. കഴിഞ്ഞ ദിവസം ഡ്രഗ്സിനെതിരെ ഒരു പരിപാടി പ്രോഗ്രാം അവതരിപ്പിക്കുന്നത് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഈ കാലഘട്ടങ്ങളിൽ ഏറ്റവും കൂടുതൽ പോലീസ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. ആര് ഡ്രഗ്സിനെതിരെ ഒരു ആന്റി നാർക്കോട്ടിക് അവയർനെസ് പ്രോഗ്രാം എവിടെ ഉണ്ടായാലും അവിടെ ഞങ്ങൾ അറിഞ്ഞാൽ ഞങ്ങൾ അവിടെ വരും. നിങ്ങൾക്കറിയാം, നമ്മളിപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് ഡ്രഗ്. കുട്ടികളെ സ്കൂളിലേക്ക് അയക്കുന്നത് തന്നെ പേടിച്ചിട്ടാണ്. എന്ത് സംഭവിക്കുന്ന ആർക്കും അറിയാൻ കഴിയില്ല. ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ സമകാലീന എടുത്തു നോക്കിയാൽ നമുക്കറിയാം, ഡ്രഗ് അഡിക്റ്റ് ആയതിനു ശേഷമാണ് കുട്ടികൾ വയലൻ്റാണ്. ഈ അക്രമാസക്തരായ ആളുകൾ ഏതാണ്ട് 18 വയസ്സ് മുതൽ 25-30 പ്രായമുള്ള ആളുകളായും ഡ്രഗ് അഡിക്റ്റ് ആയിട്ട് ഞങ്ങൾ കേസുകൾ പിടിക്കാറില്ല, കിട്ടുന്നില്ല. ഭൂരിഭാഗം ആളുകളും വളരെ ഏജ് താഴെയാണ്, അതായത് ബിലോ 25. MDMA, മയക്കുമരുന്ന്, കഞ്ചാവ് ഈ കേസുകൾ പിടിക്കുന്ന അറസ്റ്റ് ചെയ്യപ്പെടുന്ന കുട്ടികൾ എല്ലാ കുട്ടികളും എന്താണ് ബേസിക്കലി എന്താണ് അതിന്റെ കാരണം, അതാണ് നമ്മൾ പഠിക്കുന്നത്. ലഹരി ഉപയോഗം വർദ്ധിക്കുന്നത് തടയാൻ പോലീസിനൊപ്പം പൊതുജനങ്ങളും സഹകരിക്കണമെന്ന് അസിസ്റ്റന്റ് കമ്മീഷണർ പറഞ്ഞു. PVS സൺറൈസ് ഹോസ്പിറ്റൽ പബ്ലിക് റിലേഷൻസ് മാനേജർ യാസിർ, ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ജോൺ ബോസ്കോ എന്നിവർ സംസാരിച്ചു. ACV ന്യൂസ്, കോഴിക്കോട്.